ദേവാമൃതത്തിൽ ഇനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ നമുക്ക് നിർദ്ദേശിച്ചു തരുവാനും ഒപ്പം വാസ്തുശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി കാര്യങ്ങൾ നമ്മളുമായി പങ്കുവയ്ക്കുവാനുമായി പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയ് എത്തിച്ചേർന്നിട്ടുണ്ട്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക് പോകാം. ബഹുമാന്യനായ ഡെന്നിസ് ജോയ് സാറിന് 1.5 വർഷമായി മലപ്പുറം ജില്ലയിൽ 10 സെന്റ് സ്ഥലം വാങ്ങി വീട് പണി തുടങ്ങി. ഈ വീട് പണി തുടങ്ങിയതോടെ എൻ്റെ ബിസിനസ്സിൽ നഷ്ടം തുടങ്ങി. ഇപ്പോൾ ബിസിനസ് പരമായി ആകെ കഷ്ടത്തിലാണ്. വീട് പണി പൂർത്തീകരിക്കാൻ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകയാണ്. എൻ്റെ ജാതകം കാണിച്ചപ്പോൾ കാര്യമായ കുഴപ്പമൊന്നുമില്ല എന്നാണ് ജ്യോത്സ്യന്മാർ പറയുന്നത്. വീടിൻ്റെയോ വസ്തുവിൻ്റെയോ ദോഷമാണോ എന്നാണ് ഇപ്പോൾ എൻ്റെ സംശയം. സർ, ദയവായി മറുപടി തന്ന് സഹായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു വസ്തുവിൻ്റെ പ്ലാൻ ഞാൻ നോക്കുന്ന സമയത്ത് ഈ വസ്തുവിന് ഏകദേശം 8 കോണുകളുള്ള ഒരു ഭൂമിയായിട്ടാണ് കാണുന്നത്. കാരണം വെച്ചാൽ 8 കോണുള്ള ഒരു ഭൂമിയിൽ നമ്മൾ വീട് വെച്ച് താമസിക്കുമ്പോൾ ഇത് ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ എല്ലാവിധ സൗഭാഗ്യങ്ങളെയും അതുപോലെ സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളെയും ഒക്കെ അത് മോശമായി ബാധിക്കും. അത് തന്നെയല്ല, ഇതിനകത്ത് വീട് വെച്ച് താമസിക്കുമ്പോൾ ഇതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല പ്രശ്നങ്ങളെയും ഇവർക്ക് അഭിമുഖീകരിക്കേണ്ടതായ അവസ്ഥ വന്നു കയറും എന്ന് വാസ്തുവിൽ പറയുന്നുണ്ട്. അതുതന്നെയല്ല, ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ തന്നെ ചിലപ്പോൾ ഇവരെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥയിലേക്ക് പോകാം. അതുപോലെ ഇതിൻ്റെ സൗത്ത് ഭാഗത്തായിട്ട് യമസൂത്രം തട്ടിയാണ് കിണർ നിൽക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ യാതൊരു കാരണവശാലും സൗത്ത് ഭാഗത്തോ സൗത്ത് ഈസ്റ്റ് ഭാഗത്തോ സൗത്ത് വെസ്റ്റ് ഭാഗത്തോ കിണറോ മറ്റ് സെപ്റ്റി ടാങ്കുകളോ അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന യാതൊരു സാധനങ്ങളും നമ്മൾ സാധാരണ വാസ്തുവിൽ അവിടെ പ്ലാൻ ചെയ്യാറില്ല. നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കിണർ ഇവർക്ക് കൊടുക്കണമെങ്കിൽ തന്നെ ഇതിനകത്ത് ഇഷ്ടംപോലെ സ്പേസ് ഉള്ളൊരു സ്ഥലമായിരുന്നു. ഒന്നുകിൽ ഇവർക്ക് ഇതൊന്നും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ കോമ്പൗണ്ട് തിരിച്ച് ചെയ്യാമായിരുന്നു. ഇതിനകത്ത് ഇപ്പം നമുക്കിത് ചേഞ്ച് ചെയ്യാനുള്ള സ്പേസുകളൊക്കെ വളരെ കുറവാണ് ഇതിനകത്ത് ശരിക്കും. അത് തന്നെയല്ല, 8 കോണുള്ള ഒരു പ്ലോട്ടാണ്. ആദ്യം ഈ പ്ലോട്ടിനെ ഒരു ചതുരമോ സമയോദരമോ ആക്കി തിരിച്ചെങ്കിൽ മാത്രമേ ഇവരുടെ പൂർണ്ണമായിട്ടുള്ള ദോഷങ്ങൾ ഇതിനകത്ത് പൂർണ്ണമായി മാറിക്കിട്ടുകയുള്ളൂ. അതുപോലെ ഇതിനകത്ത് സൗത്ത് ഭാഗത്തായിട്ട് യമസൂത്രം തട്ടി കിണർ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് താമസിക്കുന്ന സ്ത്രീകൾക്ക് ദോഷമാണ്. അത് തന്നെയല്ല, മരണ തുല്യമായ ക്ലേശങ്ങൾ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. വെച്ചാൽ നമുക്ക് അസുഖങ്ങളായിട്ടോ മറ്റെന്തെങ്കിലും രീതിയിലാവാം. അതുപോലെ രോഗങ്ങളൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് അത്യാവശ്യമായിട്ട് കിണറിൻ്റെ ഭാഗത്തിന് ഒരു പരിഹാരം ഇവർ കാണണം. അതുപോലെ ചുറ്റളവ് ഇതിൻ്റെ എടുക്കുന്ന സമയത്ത് 110 സെൻറ്റിമീറ്റർ കൂടി കൂട്ടിയെടുത്താൽ കൃത്യമായി കൗമാരത്തിലുള്ള ചുറ്റളവിലേക്ക് അത് വരും. മറ്റുള്ള ദോഷങ്ങൾ പൂർണ്ണമായിട്ട് അതുകൊണ്ട് മാറിക്കിട്ടുകയും ചെയ്യും. അതുപോലെ മെയിൻ ഡോറിൻ്റെ സ്ഥാനം ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന തെറ്റാണ്. മെയിൻ ഡോറ് മദ്യം വിട്ട് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് മാറ്റിയെടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടുള്ള സ്ഥാനത്താവും. അതുവഴി വന്ന് കയറുന്ന എനർജി പോസിറ്റീവായിരിക്കാം. അതുകൂടാതെ ഇതിനകത്ത് പോസിറ്റീവ് എനർജി കടന്നു വരുമ്പം ഈ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരുടെ ഇപ്പോഴത്തെ മാനസിക നിലയ്ക്കൊക്കെ ഒരു മാറ്റം വരികയും സാമ്പത്തികപരമായിട്ടായാലും മാനസികപരമായിട്ടും ആയാലും നല്ല മാറ്റങ്ങൾ അവർക്ക് അതുവഴി ബന്ധപ്പെട്ട് പെട്ടെന്ന് വരും. നിലവിൽ ഇതിനകത്ത് വാതിൽ കൊടുത്തിരിക്കുന്ന രാഹുകേതുവിൻ്റെ സ്ഥാനത്താണ്. അത് ഇങ്ങനെ രാഹുകേതുവിൻ്റെ സ്ഥാനത്തായിട്ട് നമ്മൾ വാതിൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ വീട് പോലും ഇവരുടെ കൈവിട്ട് പോകുന്ന അവസ്ഥയിലേക്ക് വരാം. കാരണം കടമൊക്കെ കയറിയിട്ട് ഇവർക്ക് അവസാനം നിൽക്കക്കളി ഇല്ലാതായി വീട് വിറ്റ് പോകേണ്ട അവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമാണ് ഇവരെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കുന്നത്. അത്യാവശ്യമായിട്ട് വാസ്തു അടുത്ത് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ച് കാണിച്ച് ഈ പ്ലോട്ട് ആദ്യം ഒന്ന് സ്ക്വയറോ ഒരു ചതുരമോ സമയോദരമാക്കി എടുക്കണം. അതുപോലെ സൗത്ത് ഭാഗത്തെ കിണർ മൂടിക്കളയുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം വെച്ചാൽ മതിൽ കെട്ടി തിരിക്കാനുള്ള സ്പേസ് ഓൾറെഡി ഇതിൻ്റെ അകത്തില്ല. എന്നിട്ട് കൃത്യമായിട്ടുള്ള സ്ഥാനത്ത് ഒരു കിണർ പ്ലാൻ ചെയ്യുക, ചുറ്റളവ് ക്ലിയർ ചെയ്യുക, മെയിൻ ഡോറിൻ്റെ സ്ഥാനം കൃത്യമാക്കുക. ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ദോഷങ്ങൾ കാണുന്നുള്ളൂ. ഇതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ വാസ്തുവുമായിട്ട് ഇവരെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങൾ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. ഇപ്പം ചിലർ പറയാറുണ്ട്, ഇപ്പോൾ തറയോട് കുഴപ്പമില്ല, അത് ടൈൽസിൻ്റെ കാര്യം. ഇപ്പം ടൈൽസ് ഇല്ലാത്ത വീട് പുതിയതായിട്ട് നിർമ്മിക്കുന്ന ഒരു വീട്ടിലും ടൈൽസ് അല്ല എന്നൊരു ചോയ്സ് ഇല്ല. അപ്പോൾ ഇത്തരത്തിൽ വരുന്നൊരു സാഹചര്യത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ ഗൃഹനിർമ്മാണത്തിൽ എന്തെല്ലാം തരത്തിൽ ആരോഗ്യപരമായും കൂടെ നോക്കുകയാണെങ്കിൽ വാസ്തു പ്ലസ് ഒരു ആരോഗ്യം കൂടെ ലെവലിൽ എന്താണ് സജസ്റ്റ് ചെയ്യാനുള്ളത്? ടൈൽസ് അങ്ങനെ ഉള്ളൊരു തറ. ഇപ്പോൾ നമ്മുടെ ഒരു വീടിപ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ചിലപ്പോൾ കണ്ടംപററി സ്റ്റൈലിനോട് താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. പക്ഷേ ചില ആൾക്കാർക്ക് കുറച്ചുകൂടെ നമ്മുടെ ആ ട്രഡീഷണൽ ലുക്ക് കിട്ടത്തക്കൊണ്ടായിരിക്കും പ്ലാൻ ചെയ്യുക. ചിലപ്പോൾ മേളിൽ ഓടൊക്കെ ഇട്ട് ആ പഴയ ട്രഡീഷണൽ ചെയ്യണമെന്ന് പല ആൾക്കാരും പറയാറുണ്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടംപററി സ്റ്റൈലിൽ ചെയ്താലും ട്രഡീഷണൽ ലുക്കായിട്ടുള്ള നമ്മുടെ ഓട് പാകിയുള്ള വീടുകൾ ചെയ്താലും വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്കതിനകത്ത് കൃത്യമായിട്ട് പാലിച്ചു പോകണമെങ്കിൽ മറ്റു ദോഷങ്ങളൊന്നുമില്ല. പിന്നെ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്യുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചിലപ്പോൾ ചോർച്ചയൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഒന്നാമത് മണലിൻ്റെയൊക്കെ കിട്ടാനൊക്കെ വളരെ കുറവാണ്. മിക്കവാറും മറ്റുള്ള മൂലകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ വാർക്കുക. അപ്പോൾ
ഈ പറഞ്ഞ പോലെ കണ്ടംപററി സ്റ്റൈലിൽ ചെയ്താലും ട്രഡീഷണൽ സ്റ്റൈലിൽ ചെയ്താലും വാസ്തുവിൻ്റെ കണക്കുകളിലും അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ നമ്മൾ കൃത്യമായ രീതിയിൽ ചെയ്തു പോകണമെങ്കിൽ മറ്റു ദോഷങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ബാധിക്കില്ല. നമുക്ക് ടൈൽസ് ആണ് നമ്മൾ ഇടുന്നതെങ്കിൽ നമുക്കത് വൃത്തിയാക്കാനായിട്ടും വളരെയധികം എളുപ്പമാണ്. കാരണം വെച്ചാൽ നമുക്ക് തറ തുടച്ച് വൃത്തിയാക്കാം. കാരണം ഗ്രാനൈറ്റോ അല്ലെങ്കിൽ മാർബിളോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാനോ അത് ശുദ്ധീകരിക്കാനായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് പലപ്പോഴും ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. അത് ഓരോ ആൾക്കാരുടെയും ചോയ്സ് അനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈൽസ് നമ്മൾ പലപ്പോഴും എടുക്കുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബെഡ്റൂമിലും ടോയ്ലറ്റിലുമൊക്കെ നമുക്ക് ടൈൽസ് ഉപയോഗിച്ചിട്ട് പാതകം അല്ലെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ട് ഇങ്ങനെയുള്ള ഭാഗത്ത് പലപ്പോഴും ഗ്രാനൈറ്റ് ഉപയോഗിച്ച് പോകുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. കാരണം എപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. കാരണം ചില ടൈൽസ് ആകുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ അഴുക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അപ്പം ഇത് ആ ഒരു ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും അവരുടെ ഒരു ചോയ്സ് അനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ വാസ്തുവിനെ സംബന്ധിച്ചോ ഈ പറഞ്ഞ പോലെ കാലുവേദനയോ അല്ലെങ്കിൽ വാദസംബന്ധമായിട്ടുള്ള ആളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ ബെഡ്റൂമിലൊക്കെ നമ്മൾ മാർബിളോ ഗ്രാനൈറ്റോ ഇടുവാണെങ്കിൽ ആ ഒരു തണുപ്പ് കൂടുതലായിട്ട് ഇവർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകുന്നതായിട്ട് പലപ്പോഴും കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ടൈൽസ് ബെഡ്റൂമിൽ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. വാസ്തുശാസ്ത്രത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നപരിഹാരങ്ങൾ പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യൻ ശ്രീ ഡെന്നിസ് ജോയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം